നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള വാഹന പ്രചാരണ ജാഥയ്ക്ക് പെരുമ്പിളിശ്ശേരിയിൽ സ്വീകരണം നൽകി. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിയേറ്റീവ് ഫെസ്റ്റ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഫെസ്റ്റ് എന്നിവ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി. പെരുമ്പിളിശ്ശേരി പെട്രോൾ പമ്പിന് സമീപത്തെ കാവിൽപ്പാടം റോഡ് പ്രവേശന ഭാഗത്തോട് കൂട്ടിച്ചേർക്കണമെന്നാവശ്യപ്പെട്ട് 6-ാം വാർഡ് ജനകീയ സമിതിയുടെ പ്രതിഷേധ സമരം. വാർത്തകൾ വിശദമായി. അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള വാഹന പ്രചാരണ ജാഥയ്ക്ക് പെരുമ്പിളിശ്ശേരിയിൽ സ്വീകരണം നൽകി. ഈ മാസം 28-ന് ശനിയാഴ്ച തൃശൂർ തേക്കിൻകാട് മൈതാനിയിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുക. സമാജം രക്ഷാധികാരി അഡ്വക്കേറ്റ് എം എ കൃഷ്ണനുണ്ണി വാഹന പ്രചരണ ജാഥയുടെ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിന്റെ ഈ മാസം 28-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് തേക്കിൻകാട് മൈതാനത്തിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണത്തിനു വേണ്ടിയാണ്. ഈ പ്രചരണ ജാഥ എണ്ണയിട്ട യന്ത്രം പോലെ ഓരോ ശാഖയിൽ നിന്നും മറ്റൊരു ശാഖയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ 18, 19 തീയതികളിൽ പാലക്കാട് വെച്ചും അത് കഴിഞ്ഞ് ഇന്നലെ 24-ാം തീയതി തിരൂര് തുഞ്ചംപറമ്പിൽ വെച്ചും ഈ ജാഥ നടത്തുകയുണ്ടായി. അതിന്റെ പതാക ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മൾ തൃശ്ശൂർ തുടങ്ങി വെച്ചത്. ഇന്നലെ അതിന്റെ ഉദ്ഘാടനമായിരുന്നു ചേറ്റുപുഴയിൽ വെച്ച്. അതുപോലെ തന്നെ ഇതിന്റെ പ്രചരണ ജാഥ അവസാനിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് 28-ാം തീയതി നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടി എല്ലാ മാന്യ സുഹൃത്തുക്കളും എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ. പെരുമ്പിളിശ്ശേരി ശാഖാ പ്രസിഡന്റ് CG രാമകൃഷ്ണൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് PR സുരേഷ് ജാഥ ക്യാപ്റ്റനും തൃശൂർ ജില്ലാ പ്രസിഡന്റായ KK ജയറാം, VA രവീന്ദ്രൻ, KG അരവിന്ദാക്ഷൻ, CN സജീവൻ, CK നാരായണൻകുട്ടി, CN പ്രേംബാസി, CN ജയമോഹൻ, സുജിത് ആറ്റുപുറത്ത്, KR പ്രവീൺ, CG ബിജുകുമാർ, CR രവീന്ദ്രൻ, CR വിജയകുമാർ എന്നിവർ സംസാരിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ എന്നല്ല ഭാരതത്തിലെമ്പാടുമുള്ള എഴുത്തച്ഛൻ സഹോദരങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സമുദായ സംഘടനയാണ് അഖില കേരള എഴുത്തച്ഛൻ സമാജം. ഈ സംഘടന എന്ന് പറയുന്നത് നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയല്ല, മറിച്ച് സാമുദായിക ഐക്യം നിലനിർത്തിക്കൊണ്ട് മറ്റ് സമുദായങ്ങളുമായി സ്പർദ്ധയില്ലാതെ നമ്മുടെ സ്വസമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു സമുദായ സംഘടനയാണ് അഖില കേരള എഴുത്തച്ഛൻ സമാജം. ഇത് ഞാൻ അടിവരയിട്ട് പറയാൻ കാരണം കേരളത്തിലെ വിവിധ സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒട്ടനവധി സമുദായ സംഘടനകളുണ്ട്. അതിൽ ഭൂരിപക്ഷ സമുദായ സംഘടനകളുണ്ട്, ന്യൂനപക്ഷ സമുദായ സംഘടനകളുണ്ട്, ക്രൈസ്തവ മാനേജ്മെൻറ്റുകളെ പ്രതിനിധീകരിക്കുന്ന സമുദായ സംഘടനകളുണ്ട്. പക്ഷേ ഈ മറ്റ് സമുദായ സംഘടനകളെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം നിലകൊള്ളുമ്പോൾ ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിയേറ്റീവ് ഫെസ്റ്റ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഫെസ്റ്റ് എന്നിവ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി. ക്രിയേറ്റീവ് ഫെസ്റ്റ് ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദും ഇംഗ്ലീഷ് ഫെസ്റ്റ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ ഷാജനും ഉദ്ഘാടനം ചെയ്തു. SSKയുടെ നേതൃത്വത്തിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ചേർന്ന് സംയുക്തമായി ആരംഭിച്ച ക്രിയേറ്റീവ് കോർണർ എന്ന പദ്ധതി 32 വിദ്യാലയത്തിലാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് PRCയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം 32 വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് ഇവിടെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള പരിശീലന പരിപാടികൾ നടത്തുകയുണ്ടായി. നമ്മുടെ മക്കളെ
പുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ട് ഒരു പുതിയ സംസ്കാരം വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ വളർത്തിയെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച ഈ പദ്ധതി PTA പ്രസിഡന്റ് MS അലക്സി അധ്യക്ഷനായി. ക്രിയേറ്റീവ് കോർണർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിനുശേഷം കുട്ടികൾക്ക് തുന്നലും അതേമാതിരി ഫാബ്രിക്കേഷൻ, പെയിൻറ്റിങ്, പാചകം, ഇലക്ട്രിക്കൽ വർക്ക്, ഇലക്ട്രോണിക്സ് വർക്ക്, കൃഷി തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ ഇതുകൂടി പഠിപ്പിച്ച് കുട്ടികളെ സജ്ജമാക്കിയതിൻ്റെ ഒരു ആഘോഷമാണെന്ന് ഈ ക്രിയേറ്റീവ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആഘോഷിക്കാൻ പോകുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് നമ്മുടെ ഈ ക്രിയേറ്റീവ് കോർണർ റൂമിൽ തന്നെ നടക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വലിയ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകം 5, 6, 7 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും ഉപയോഗിക്കാനും കുട്ടികളിലുള്ള പേടി മാറ്റി നല്ലൊരു കുട്ടികളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നടന്നതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള സമാപനം കൂടി ഇന്ന് ഈ വേദിയിൽ നടക്കാൻ പോവുകയാണ്. പ്രധാനാധ്യാപിക ജെ. ജില്ലി ജോസ്, SMC ചെയർപേഴ്സൺ PA ഷമീർ, പ്രിൻസിപ്പൽ പ്രീതി വോഗീസ്, MPTA പ്രസിഡന്റ് IV സജിത, OSA പ്രതിനിധി ബീന രവീന്ദ്രൻ, BRC പ്രതിനിധി അജി, അധ്യാപിക MS സന്ധ്യ എന്നിവർ സംസാരിച്ചു. ക്രിയേറ്റീവ് ഫെസ്റ്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ നിരവധി ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രദർശനം ശ്രദ്ധേയമായി. ഇംഗ്ലീഷ് ഫെസ്റ്റിൽ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. പെരുമ്പളിശ്ശേരി പെട്രോൾ പമ്പിന് സമീപത്തെ കാവിൽപ്പാടം റോഡ് പ്രവേശന ഭാഗത്തോട് കൂട്ടിച്ചേർക്കണമെന്നാവശ്യപ്പെട്ട് 6ാം വാർഡ് ജനകീയ സമിതിയുടെ പ്രതിഷേധ സമരത്തിന് പിന്തുണയുമായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും. അപകടം പതിവായ പ്രദേശമാണ് പെരുമ്പിളിശ്ശേരി പെട്രോൾ പമ്പിന് സമീപത്തെ കാവിൽപ്പാടം റോഡിന്റെ പ്രവേശന ഭാഗം. കേരള സംസ്ഥാന ഗതാഗത പദ്ധതിക്ക് കീഴിലുള്ള സംസ്ഥാന പാതയ്ക്ക് അരികിലുള്ളതാണ് കാവിൽപ്പാടം റോഡിന്റെ പ്രവേശന ഭാഗം. ഇവിടെയാണ് അപകടം ഒഴിവാക്കാൻ റോഡിന്റെ അനുബന്ധ നിർമ്മാണം ജനകീയ സമിതി ആവശ്യപ്പെടുന്നത്. പ്ലക്കാർഡുകളുമായി ജനപ്രതിനിധികളും നാട്ടുകാരും സമരത്തിൽ പങ്കെടുത്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PV സതി, ശ്രുതി വിജിൽ എന്നിവർ സംസാരിച്ചു. റോഡിന്റെ പണിയുമായി ബന്ധപ്പെട്ട് തൃശൂർ കൊടുങ്ങല്ലൂർ പാത 3 വർഷത്തോളമായിട്ട് വലിയ രീതിയിലുള്ള റോഡ് പണി എന്ന് പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്ത് സബ് റോഡുകൾ, KSTP റോഡിൻ്റെ സബ് റോഡുകൾ, പഞ്ചായത്ത് റോഡുകൾ അശാസ്ത്രീയമായ രീതിയിൽ ഉള്ള ഒരു ഇറക്കം, സ്ലോപ്പ് ഒക്കെ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ തന്നെ 3 വർഷം മുന്നേ ഇത് ശരിയാക്കി തരാമെന്ന് ഉറപ്പ് തന്നതും അവരുടെ കരാറടിസ്ഥാനത്തിൽ ഇത് ഓരോ സബ് റോഡുകളും ടൈലിരിക്കലും കോൺക്രീറ്റിങ്ങും കറക്റ്റ് സ്ലോപ്പ് ചെയ്യലൊക്കെ ഉള്ളതാണ്. എന്നിട്ട് പോലും ഓരോ ഡേറ്റ് മാറ്റി ഈ 3 വർഷം 2 വർഷത്തോളമൊക്കെ ആയി അവർ ഓരോ ഡേറ്റ് മാറ്റി ആളുകളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനിടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജിന്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ്, KR സിദ്ധാർത്ഥൻ, M സുജിത് കുമാർ, ബൈജു സെന്റ് ജോൺ, പ്രിയലത പ്രസാദ്, ക്രിസ്റ്റീന തുടങ്ങിയ ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. സമരത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് പറഞ്ഞു. പെരുമ്പിളിശ്ശേരിയിലെ ജനകീയ കൂട്ടായ്മ നടത്തിയ ഈ ജനകീയ പ്രതിഷേധത്തിൽ ചേർപ്പ് പഞ്ചായത്തിന്റെ ഭരണസമിതി ഒന്നടങ്കം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ചെയ്യാത്ത KSTP നിരന്തരമായിട്ട് പല ഭാഗത്തും വർക്ക് ചെയ്യില്ല. ഇവിടെ വർക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ ഒത്തിരി അപകടങ്ങൾ ഒത്തിരി വ്യക്തികൾക്ക് സംഭവിച്ചു. ചിലരൊക്കെ ഹോസ്പിറ്റലാണ്, ചിലരൊക്കെ വീട്ടിൽ റെസ്റ്റാണ്. പക്ഷേ ഈ KSTPയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അവർ ചെയ്യാത്ത പ്രവർത്തനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായിട്ട് ജനകീയ സമിതിയും ചേർപ്പ് പഞ്ചായത്ത് ഭരണസമിതിയും കൂടി ഉണ്ടാവും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് തരാണ്. ഈ അടുത്ത ദിവസം തന്നെ അവരുടെ KSTPയുടെ കുറ്റിപ്പുറം ഓഫീസിലേക്ക് ചേർപ്പ് പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ചെല്ലും. അതുപോലെ തന്നെ അവരുടെ യാർഡിൽ അവർ കൂട്ടിയിട്ടുള്ള മണ്ണ് അവർ വിൽപ്പന നടത്തിയായിട്ട് അറിയുന്നു. ആ മണ്ണ് ഉൾപ്പെടെ തടയുന്ന കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇടപെടും. എല്ലാ വക പിന്തുണയും ജനകീയ പ്രതിഷേധത്തിനും ജനകീയ സമിതിക്കും ചേർപ്പ് ഭരണസമിതിയുടെ ഭാഗത്തുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുള്ളത്. KSTPയുടെ കുറ്റിപ്പുറം ഓഫീസിൽ പോയി ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട വിഷയം ധരിപ്പിക്കുമെന്നും അദ്ദേഹം ജനകീയ സമിതിക്ക് ഉറപ്പ് നൽകി. കാവിൽപ്പാടം റോഡിന്റെ പ്രവേശന ഭാഗത്ത് നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 4 വർഷം മുൻപ് ഇവിടെ റാമ്പ് നിർമ്മിക്കുമെന്ന KSTP അധികൃതർ ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ നാളിതുവരെ യാത്രാക്ലേശം പരിഹരിക്കാനോ അപകടം ഒഴിവാക്കാനോ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ലെന്നാണ് ജനകീയ സമിതി ആരോപിക്കുന്നത്. തൃശൂർ ജില്ലയിൽ കോൾനിലങ്ങളിൽ കൊയ്ത്ത് വ്യാപകമായതോടെ നെല്ല് സംഭരിക്കേണ്ട മില്ലുകാരുടെ ചൂഷണവും ശക്തമാകുന്നു. നെൽ കർഷകരെ പുറകോട്ടടിക്കുന്ന കേന്ദ്ര നിർദ്ദേശവും
മില്ലുടമകളുടെ ചൂഷണവും നെൽ കർഷകർക്ക് തിരിച്ചടിയാണ്. സംസ്ഥാനത്ത് നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെടാൻ ഒരുങ്ങുകയാണ് കേരള കർഷക സംഘം. തൃശൂർ ജില്ലയിൽ പ്രധാനമായും കോൾ നിലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൊയ്ത്താണ് പ്രധാനമായി നടക്കുന്നത്. 30,000 ഹെക്ടറിലധികം കോൾ നിലങ്ങളുള്ള പ്രദേശമാണ് തൃശൂർ ജില്ലയിലേത്. മറ്റ് സമീപ പ്രദേശത്തെ ഉയർന്ന പാടശേഖരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 1 ഹെക്ടറിൽ 6.5 ടൺ വരെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയാണ് ഇവിടുത്തെ കോൾ മേഖല. ഇന്ത്യയിൽ തന്നെ നെല്ലിന്റെ സംഭരണ വില ഏറ്റവും കൂടുതൽ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 1 കിലോ നെല്ല് ഇവിടെ സംഭരിക്കുന്നത് 30 രൂപയ്ക്കാണ്. കേരള ഗവൺമെന്റ് നെല്ലിന് നൽകുന്ന ഇൻസെന്റീവ് 6 രൂപ 80 പൈസയാണ്. 23 രൂപ 20 പൈസ മാത്രമാണ് കേന്ദ്രം വകയിരുത്തിയിട്ടുള്ളത്. 1 കിലോ നെല്ല് കൃഷിക്കാർ സംഭരിക്കുമ്പോൾ 6 രൂപ 80 പൈസ അധികം വാങ്ങി 30 രൂപ വാങ്ങുകയാണ്. അങ്ങനെ വന്നാൽ ഇൻസെന്റീവ് ബോണസ് കേരളത്തിന് ഒരിക്കലും നൽകാൻ പാടില്ലാത്തതാണെന്നാണ് കേന്ദ്രത്തിന്റെ ഉത്തരവുള്ളത്. ഇതിനിടയിലാണ് നെല്ല് സംഭരിക്കുന്ന മില്ലുകാരുടെ ചൂഷണം വ്യാപകമാകുന്നത്. നെല്ലിന്റെ ഈർപ്പത്തിന്റെ അളവ് പറഞ്ഞ് ഉയർന്ന തോതിൽ കിഴിവ് ആവശ്യപ്പെടുകയാണ് മില്ലുകാർ. ഇതുമൂലം പല പാടശേഖരങ്ങളിലും കൊയ്ത്തു കഴിഞ്ഞ് ചാക്കിൽ നെല്ല് നിറച്ച് പാടത്ത് അട്ടിയിടേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ്. മില്ലുടമകൾക്ക് ദുർവാശിയെന്നാണ് കർഷകർ പറയുന്നത്. നെല്ല് സംഭരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കൃത്യമായ ഉത്തരവിറക്കിയിട്ടുള്ളതാണ്. കേന്ദ്രത്തിന്റെ നിബന്ധനകൾക്ക് വിധേയമായി നെല്ല് സംഭരിക്കുമ്പോൾ 1 ക്വിന്റൽ നെല്ലിന് 65 കിലോ അരി സംസ്ഥാനം നൽകണമെന്നതാണ് നിർദ്ദേശം. ഇതിനെതിരെ സംസ്ഥാനം ശക്തമായ പ്രതിഷേധം അറിയിച്ചു. എന്നാൽ പിന്നീട് സംസ്ഥാന സർക്കാർ ഇടപെട്ട് അതിലുണ്ടായ നഷ്ടം കൊടുത്തു തീർക്കുകയായിരുന്നു. നിലവിൽ പാടശേഖരങ്ങളിൽ നിന്ന് നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ വലിയൊരു കിഴിവാണ് ആവശ്യപ്പെടുന്നത്. ചേനം തരിശുപടവിൽ തർക്കമുണ്ടാക്കിയ ഇവർ 2.5% കിഴിവാണ് ആവശ്യപ്പെട്ടത്. പള്ളിപ്പുറം 4 പടവിൽ 1% കിഴിവ് വാങ്ങുന്ന സാഹചര്യവുമുണ്ട്. അടിയന്തരമായി ജില്ലയിലെ മില്ലുടമകളെ വിളിച്ച് കർഷക സംഘടനകളുമായി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് കേരള കർഷക സംഘം ആവശ്യപ്പെട്ടു. കൃഷിക്കാർ നൈരാശ്യത്തിലേക്ക് വന്നാൽ അവർ കൃഷിയിൽ നിന്ന് പുറകോട്ടു പോകും. ഇൻസെന്റീവ് ബോണസ് റദ്ദാക്കണമെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ PR വോഗീസ് ആവശ്യപ്പെട്ടു. സംസ്ഥാന ഗവൺമെന്റ് നെല്ലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഉത്തരവുകൾ ഇട്ടുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട് നെല്ല് സംഭരിക്കുമ്പോൾ 1 ക്വിൻ്റൽ നെല്ലെടുത്താൽ 68 കിലോ അരി സർക്കാർ നൽകണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. അതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഇടപെട്ടുകൊണ്ട് അവർ മുമ്പ് നൽകിയ നിലയ്ക്ക് എത്തുകയും അതിനൊരു നഷ്ടം സർക്കാർ തന്നെ കൊടുത്തു കഴിഞ്ഞിരിക്കുക. യാതൊരു തരത്തിലുള്ള തർക്കം ഈ മേഖലയിൽ ഇല്ലാത്തതാണ്. എന്നാൽ ഇപ്പോൾ നിയോഗിക്കപ്പെടുന്ന മില്ലുകൾ പാടശേഖരങ്ങളിൽ നിന്ന് വലിയൊരു കിഴിവ് ആവശ്യപ്പെടുന്നു. അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയാവുന്ന വിഷയമല്ല. നമ്മുടെ മേഖലയിൽ ചേനം തരിച്ചുപടവിൽ തർക്കമുണ്ടാക്കി 2% കിഴിവാണ് ആവശ്യപ്പെട്ടത്. പള്ളിപ്പുറം 4 പടവിൽ 1% കിഴിവ് അവർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും വ്യാപിക്കാൻ നോക്കുക. ശക്തമായ സമ്മർദ്ദം കൃഷിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ കുറച്ചൊരു പിന്തിരിയാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി ഈ ജില്ലയിലെ മില്ലുടമകളെ വിളിച്ചു ചേർത്ത് കർഷക സംഘടനകളുമായി ചർച്ച ചെയ്ത് ഈ വിഷയം പരിഹരിക്കണമെന്നാണ് കേരള കർഷക സംഘം ആവശ്യപ്പെടുന്നത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ കോളിൽ കേന്ദ്രീകരിച്ചുള്ള കൊയ്ത്ത 30,000 ഏക്കറിലധികം കോൾ നിലങ്ങളുള്ള പ്രദേശമാണ്. നമ്മുടെ കോൾ നിലങ്ങളുടെ പ്രത്യേകത മറ്റു സമീപ പ്രദേശത്തെ ഉയർന്ന പാടശേഖരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 1 ഹെക്ടറിൽ 6.5 ടൺ നെല്ല് വരെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മുടെ കോൾ മേഖല. 1 ഹെക്ടറിൽ 6.5 ടൺ സമാനതകളില്ലാത്ത. ഇങ്ങനെ കൃഷിക്കാരൻ നൈരാശ്യത്തിലേക്ക് വന്നാൽ അവൻ കൃഷിയിൽ നിന്ന് പുറകോട്ട് പോകും. അപ്പോൾ അടിയന്തരമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഇൻസെൻറ്റീവ് ബോണസ് റദ്ദാക്കണം എന്നുള്ള ഉത്തരവ് പിൻവലിക്കണം. ഇതിനെതിരെ കേരള കർഷക സംഘം ഈ വരുന്ന മാർച്ച് മാസം 2-ാം തീയതി AG's ഓഫീസിലേക്ക് മുമ്പ് ആയിരക്കണക്കിന് കൃഷിക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ മാർച്ചും ധർണയും നിശ്ചയിച്ചിരിക്കും. ഇതിനെതിരെ മാർച്ച് 2-ന് തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്താനൊരുങ്ങുകയാണ് കേരള കർഷക സംഘം. 1000-ലേറെ നെൽകർഷകരാണ് പ്രക്ഷോഭ പരിപാടിയിൽ അണിനിരക്കുക. ചേർപ്പ് നവരശ്മിയുടെ 27ാം വാർഷികാഘോഷമായ നിറവ് സാംസ്കാരികോത്സവത്തിൽ സംഗീത സംവിധായകൻ ശരത്തിന് നൽകുന്ന സംഗീത ശ്രേഷ്ഠ പുരസ്കാരത്തിന്റെ സോവനീർ പുറത്തിറക്കി. മാർച്ച് 15-ന് ചേർപ്പ് മഹാത്മാ മൈതാനിയിലാണ് നിറവ് സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുന്നത്.
ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് സോവനീർ പ്രകാശന കർമ്മം നിർവഹിച്ചു. മേള പ്രമാണി പെരുവനം സതീശൻ മാരാർ സോവനീർ ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ ഷാജൻ, ബൈജു സെന്റ് ജോൺ, സംഘാടക സമിതി ചെയർമാൻ KL ആന്റണി, കൺവീനർ KB പ്രമോദ, ജനറൽ കൺവീനർ PK ഉണ്ണികൃഷ്ണൻ, ട്രഷറർ പ്രസാദ് കിഴക്കൂട്ട് എന്നിവർ സംസാരിച്ചു. ഋതുഭേദ കൽപ്പന എന്ന പേരിൽ സംഗീത നിശയും നിറവ് സാംസ്കാരികോത്സവത്തിൽ അരങ്ങേറും. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിക്ക് സാഹിത്യ പുരസ്കാരം പങ്കിട്ട് എഴുത്തുകാരൻ ആനന്ദ്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പത്രത്തിന്റെ പുരസ്കാര തുക അഡാപ്റ്റ് സൊസൈറ്റിക്ക് ആനന്ദ് സമ്മാനിച്ചു. നിലവിൽ രാജ്യത്തെ എഴുത്തുകാർക്കിടയിലെ ബുദ്ധിജീവിയാണ് ആനന്ദ്. ആനന്ദിനാണ് ദേശാഭിമാനി പത്രം സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയുടെ പേരിൽ പുരസ്കാരം നൽകിയത്. തനിക്ക് ലഭിച്ച പുരസ്കാര തുക എഴുത്തുകാരൻ ആനന്ദ് വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് സമ്മാനിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് അഡാപ്റ്റ് സൊസൈറ്റി ചെയ്യുന്ന നിസ്വാർത്ഥ പ്രവർത്തനങ്ങളാണ് ആനന്ദിന്റെ പ്രശംസയ്ക്ക് പ്രചോദനമായത്. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി, ദേശാഭിമാനി ചീഫ് എഡിറ്റർ ദിനേശൻ പുത്തലത്ത്, റെസിഡന്റ് എഡിറ്റർ M സ്വരാജ്, ജനറൽ മാനേജർ KJ തോമസ്, CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, PK ബിജു, MP തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് എഴുത്തുകാരൻ ആനന്ദ് പുരസ്കാര തുക കൈമാറിയത്. അഡാപ്റ്റ് പ്രസിഡന്റ് AV സണ്ണി, വോഗി സക്കര, ബിന്ദു കിഷോർ എന്നിവർ പുരസ്കാര തുക ഏറ്റുവാങ്ങി. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, കവി C രാവുണ്ണി, ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവരും പുരസ്കാര തുക കൈമാറിയ ചടങ്ങിൽ സംബന്ധിച്ചു. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ മാർച്ച് 8 ഞായറാഴ്ച പൊങ്കാല മഹോത്സവം നടക്കും. സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് ഭദ്രദീപം തെളിയിച്ച് പൊങ്കാല മഹോത്സവം ഉദ്ഘാടനം ചെയ്യും. ദ്വാപരയുഗത്തിൽ ഭർത്തൃവിജയത്തിനും നെടുമാംഗല്യത്തിനുമായി പ്രാർത്ഥിച്ച ദ്രൗപദിക്ക് ആ സൗഭാഗ്യത്തിനായി വരമരുളിയതാണ് ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി. ദേവിയുടെ ദിവ്യസന്നിധിയിൽ വെച്ച ഭക്തോത്തമകൾ വ്രതശുദ്ധിയോടെ മൺപാത്രങ്ങളിൽ സ്വന്തം കൈകൾ കൊണ്ട് പായസം തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കുന്നതാണ് അപൂർവമായ ദിവ്യമായ പൊങ്കാല. മാർച്ച് 8 ഞായറാഴ്ച രാവിലെ നടക്കുന്ന ചടങ്ങിൽ കാരുണ്യവാരിധിയായ പാണ്ഡവഗിരി ദേവിയെ വടക്കേടത്ത് പെരുമ്പടപ്പിൽ കേശവൻ നമ്പൂതിരി നവകാഭിഷേകം നടത്തി ചൈതന്യപൂർണ്ണയാക്കുന്നതോടെ പൊങ്കാലോത്സവത്തിന് തുടക്കമാകും. രാവിലെ 8 മണിക്ക് ഗീതാഞ്ജലി ഭജൻസിന്റെ ഭജന നടക്കും. തുടർന്ന് രാവിലെ 10 അമൃതഭോജനം വിതരണം ചെയ്യും. പൊങ്കാലയ്ക്കുള്ള ഉണക്കലരി, ശർക്കര, മൺപാത്രം, വിറക് എന്നിവ ദേവസ്വം കൌണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഐകുന്ന് പാണ്ഡവഗിരി ദേവി സന്നിധിയിലേക്ക് ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9746 277702 9447 991586 0487 22777002 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ ഭണ്ഡാരം മോഷണം. മോഷ്ടാക്കൾ ഭണ്ഡാരം കടത്തിക്കൊണ്ടുപോയി. ചാവക്കാട് റോഡിലുള്ള ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലാണ് ഭണ്ഡാര മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ക്ഷേത്രനട തുറക്കാനെത്തിയ മേൽശാന്തിയാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. ശ്രീകോവിലിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന 2 അടിയോളം വലുപ്പമുള്ള സ്റ്റീൽ ഭണ്ഡാരമാണ് മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയത്. ഇതിന് സമീപം ഉണ്ടായിരുന്ന മറ്റൊരു ഭണ്ഡാരത്തിന്റെ താഴ് തകർക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. ക്ഷേത്രത്തിലെ തിടപ്പള്ളിയുടെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നതെന്നാണ് കരുതുന്നത്. മുഖമറച്ചെത്തിയ 2 അംഗ സംഘം മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പ്രദേശത്തെ മറ്റ് CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ കുംഭം മാസത്തിലെ മംഗല്യസിദ്ധി പൂജ ഈ മാസം 28 നടക്കും. മംഗല്യവരതയും അഭിഷ്ട വരദായിനിയുമായ ഐക്കുന്ന് പാണ്ഡവഗിരി ദേവിക്ക് കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലുള്ളതാണ് മംഗല്യസിദ്ധി പൂജ. മംഗല്യസിദ്ധി പൂജ കൂടാതെ നെടുമംഗല്യ പൂജ, സർവ ഐശ്വര്യ പൂജ, ഐക്യമത്യ പൂജ, ഭൂമി പൂജ തുടങ്ങിയ വിശേഷാൽ പൂജകളാണ് ശനിയാഴ്ച നടക്കുക. രാവിലെ 10:30 ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരിനമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടക്കുക. ഉച്ചയ്ക്ക് 11:30 അമൃതഭോജനവും വിതരണം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് 9746 277702 9447 991586 0487 22777002 എന്നീ നമ്പറുകളിൽ വിളിക്കേണ്ടതാണ്. ഇന്നത്തെ സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,840 രൂപ, പവന് 1,18,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള വാഹന പ്രചാരണ ജാഥയ്ക്ക് പെരുമ്പിളിശ്ശേരിയിൽ സ്വീകരണം നൽകി. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിയേറ്റീവ് ഫെസ്റ്റ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഫെസ്റ്റ് എന്നിവ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി. പെരുമ്പിളിശ്ശേരി പെട്രോൾ പമ്പിന് സമീപത്തെ കാവിൽപ്പാടം റോഡ് പ്രവേശന ഭാഗത്തോട് കൂട്ടിച്ചേർക്കണമെന്നാവശ്യപ്പെട്ട് 6ാം വാർഡ് ജനകീയ സമിതിയുടെ പ്രതിഷേധ സമരം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.